ഹായ് ഗായസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 10th വീക്ക് എവിക്ഷനിൽ റസ്മിന്റെ കൂടെ അപ്സരയും പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബിചേട്ടൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഭയങ്കര വിവാദമായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു വിശദീകരണമായിട്ട് നമ്മുടെ ആൽബിചേട്ടൻ വന്നിട്ട് ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്സര പുറത്തായി എന്ന് കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു, എന്താണ് കാര്യം, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാല് അപ്സര, അതായത് റസ്മിൻ ഔട്ട് ആവുന്നു, അപ്സരയാണ് അതിന് തൊട്ട് മുകളിലുള്ളത്, അതുകൊണ്ട് തന്നെ അപ്സര ഔട്ട് ആവുന്നു എന്നുള്ള രീതിയിൽ ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര്, നല്ല സ്ഥലങ്ങളല്ലേ, റിവ്യൂ ചെയ്യുന്ന ആൾക്കാര്, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും പറയുന്നത് അപ്സരയും റസ്മിനും ഈ ആഴ്ച ഔട്ടാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത്. ഞാൻ അപ്പോഴും ഇതൊരു ഷോ ആണെന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വോട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും എനിക്കറിയാം. കാരണം ഞാൻ കഴിഞ്ഞ 15 വർഷമായി ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിരവധി ഷോകള് ഡയറക്റ്റ് ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതൊരു ഷോ ആയി എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നതുകൊണ്ട് അപ്സരയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ അപ്സര ഔട്ട് ആവും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അപ്സരയ്ക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത്രയും അധികം എന്താണ് പറയാ, ഓൺലൈൻ വോട്ടിങ്ങിലൊക്കെ, അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ അപ്സരയ്ക്ക് വോട്ട് കുറവാണെന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നു. എങ്കിൽ ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ അപ്സര ഇന്ന് രാത്രി ഒരുപക്ഷെ ഔട്ടായിരിക്കും. കാരണം റസ്മിൻ ഔട്ടായി എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഒരുപാട് പോസ്റ്റ് കണ്ടു. അപ്പൊ അപ്സര ഔട്ടായിരിക്കും. അത് ഞാൻ ആ പോസ്റ്റ് എന്താണ് കുഴപ്പം? പിന്നെ അപ്സര ഔട്ടായി പുറത്തു വന്നാൽ പോലും ഇത് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന, ഇതിന്റെ എല്ലാ കാര്യങ്ങളും, പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, വർഷങ്ങളായി ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊരു ഷോ മാത്രമാണെന്ന്. ഔട്ടായെങ്കിൽ തന്നെ അതിലിപ്പോ എന്താണ് കുഴപ്പം? എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ അവിടെ എത്രയും 12-13 പേരാണുള്ളത്. ഈ 12-13 പേരിൽ അപ്സരയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ നിൽക്കട്ടെ, അതല്ലേ നല്ലത്. പിന്നെന്താ വെച്ചാല് അവിടെ ഇനി ഇപ്പൊ 13 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി 12 പേര്. അപ്പൊ ബാക്കി 11 പേരാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും വോട്ട് കൊടുക്കും. അതല്ല, അപ്സര അവരെക്കാൾ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ അപ്സരയ്ക്ക് വോട്ട് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുക അവരവിടെ നിൽക്കും, അല്ലാത്ത ആൾക്കാർ ഔട്ടാവും. ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അപ്സര അവിടെ നന്നായി കളിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ദയവ് ചെയ്ത് ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ വ്യക്തിപരമായി നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടാതിരുന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മളെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉണ്ടാവുക, അത് തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, എന്താണ് പറയാ, എനിക്ക് ഏറ്റവും അപ്സര അഹങ്കാരിയാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട്. ആള് പറഞ്ഞിട്ട് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്സര അഹങ്കാരിയാണ്, ഓവർ കോൺഫിഡന്റ് ആണ് എന്നൊക്കെ രീതിയിൽ പലരും കമന്റ് ഇടുന്നത് കണ്ടു. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാള് അതിനെക്കുറിച്ച് എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും അഹങ്കാരമാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്സര ഇതിനെ കാണുന്നത് ഇതിനൊരു ഗെയിം മാത്രമായിട്ടാണ്. നമ്മൾ റൈറ്റ് ആണോ നേരെയാണോ? നമ്മൾ ലെഫ്റ്റാ. അപ്സര എന്താണ് പറയാ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അപ്സര ഇതിനെ കാണുന്ന ഒരു ഗെയിം മാത്രമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സര അവിടെ ഓവർ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, എന്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് പറയുന്നത് അവിടെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അപ്സരയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആണെന്ന്. മറിച്ച് അവിടത്തെ ഉള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് സാബുമോൻ, മാരാര്, അല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയുമ്പോൾ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ ആർക്കും തോന്നിയിട്ടില്ല. അപ്പൊ അവര് പറയുമ്പോ എന്താണ് പറയാ, ഇതാണ് ആണത്തം, അവനൊരു ആൺകുട്ടിയാണ്, തുറന്നു പറഞ്ഞു എന്ന് പറയും. ഒരു പെൺകുട്ടി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോ അത് ആ പെൺകുട്ടിയുടെ അഹങ്കാരമാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് കൂടുതലും പെൺകുട്ടികളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, സ്ത്രീകൾക്കെതിരെ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന രീതിയിൽ വരും. എന്റെ വൈഫ് പറയുന്നത് അഹങ്കാരമായിട്ടോ ഓവർ കോൺഫിഡൻസ് ആയിട്ടോ പറഞ്ഞിട്ടില്ല. കോൺഫിഡൻസ് എന്ന വാക്കിന് ആത്മവിശ്വാസം, അത് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഉണ്ടോ
അത് അവരുടെ ലൈഫിൽ സക്സസ് ആവാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്സര ഔട്ടായിട്ടില്ല, ഇത് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അപ്സര ഔട്ട് ആകില്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്സര ഔട്ടാവും. അപ്സരയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ അപ്സര എന്തായാലും തീർച്ചയായിട്ടും ഔട്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പോളുകളിലൊക്കെ അപ്സര ഏറ്റവും താഴെ വന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്സരയ്ക്ക് ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ, ഇന്നൊരു എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സര ചിലപ്പോൾ ഔട്ടാവാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സര ഇഷ്ടമാണെങ്കിൽ മാത്രം, ഞാൻ ഒരാളെയും കമ്പൽ ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് എ ഗെയിം ഷോ. ലെഫ്റ്റ് നേരെ അപ്സര ഒരിക്കലും ഔട്ടാകേണ്ട കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്സരയേക്കാൾ മികച്ച കണ്ടസ്റ്റന്റ് ആണ് ബാക്കി 11 പേര് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വോട്ട് ചെയ്യണം. അതല്ല, അപ്സര അവിടെ നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്സരയ്ക്ക് വോട്ട് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെ ഞാനിട്ട പോസ്റ്റ് ഒരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് അപ്സരയ്ക്ക് വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റു ഭീകര സംഭവങ്ങൾ ഉണ്ടാവോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, അപ്സര ഔട്ടായാലും അപ്സര എന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്സരയ്ക്ക് എന്റെ എല്ലാ സപ്പോർട്ടും ജീവിതാവസാനം വരെ, എന്റെ അവസാന ശ്വാസം വരെ ഉണ്ടാവും. കാരണം ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. എന്തായാലും അപ്സരേനെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. നമ്മള് ചെറിയൊരു യാത്രയിലാണ്, അപ്പം അതിനിടയിൽ ഇങ്ങനെ ഒരു പറയേണ്ട ഒരു ആവശ്യകത വന്നുപോയി. നല്ല സ്ഥലമല്ലേ കുട്ടനാട് എന്ന് പറഞ്ഞതുണ്ട് ഭംഗി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്സരേനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവരും ഒപ്പം ഉണ്ടാവണം. എല്ലാവരും ഒപ്പം ഉണ്ടാവണം. എനിക്ക് അപ്സര ഇനി ഉണ്ടെങ്കിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവും എന്നറിയാം. അത്രേ പറയാനുള്ളൂ. എനിവേ, താങ്ക്സ് ടു യുവർ വാല്യുബിൾ സപ്പോർട്ട്.